ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 33ഉം 34ഉം ശ്ലോകങ്ങൾ നോക്കാം. സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാത് ഭക്തി സർവതഃ പ്രസരിഷ്യതി. 33ാമത്തെ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. സത്കർമ്മണി, ആ സൽക്കർമ്മം തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. ശ്രീ നാരദ മഹർഷിക്ക് കിട്ടുന്ന ഒരു അശരീരി വചനം അല്ലെ, ഭഗവാന്റെ തന്നെ നിർദ്ദേശവാക്കുകൾ, ഉപദേശവാക്കുകൾ നമ്മൾ കണ്ടിരുന്നു. എന്താ, അവിടുന്ന് അല്ലയോ നാരദ മഹർഷി, അവിടുന്ന് വിഷമിക്കേണ്ട, അങ്ങ് ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ സൽക്കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ സത്കർമ്മങ്ങളൊക്കെ അങ്ങേക്ക് ഉപദേശിക്കാൻ സാധുക്കളിൽ സാധുക്കളായിട്ടുള്ളവർ അങ്ങയെ ഉപദേശിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ അശരീരി വാക്കുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സത്കർമ്മണി, ആ സത്കർമ്മങ്ങൾ കൃതേ തസ്മിൻ, കൃതേ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടുമ്പോൾ, തസ്മിൻ എന്നാൽ ആ എന്നുള്ളത്. അപ്പോൾ ആ സൽക്കർമ്മങ്ങൾ ചെയ്യപ്പെടുമ്പോൾ സനിദ്ര വൃദ്ധദാനയോ, സനിദ്ര പറഞ്ഞാൽ നിദ്രാസഹിതയായ, നിദ്രയോടുകൂടിയ, വൃദ്ധദാനയോ, വൃദ്ധത അനയോ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വൃദ്ധദാനയോ. വൃദ്ധത എന്ന് പറഞ്ഞാൽ വൃദ്ധത തന്നെ, ആ വാർദ്ധക്യം. അപ്പോൾ ഇവിടെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല വളരെ ഒരു ഉറക്കം തൂങ്ങുന്ന അല്ലേ, ആലസ്യമാണ് എപ്പോഴും, ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുക. അവരെ വിളിച്ചുണർത്തിയിട്ടും ആ ഭഗവത്ഗീത വചനങ്ങൾ അവരെ ഉണർത്തിയിട്ടും വീണ്ടും അവർ ആലസ്യത്തിലേക്ക് വീണു പോവുകയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണം, അപ്പോൾ വാർദ്ധക്യത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഉറക്കത്തോട് ചേർന്ന് നിൽക്കുന്ന വാർദ്ധക്യം, ഇത് അനയോഹോ, ഇവരുടെ, അതായത് ഈ ഭക്തിദേവിയുടെ പുത്രന്മാരുടെ നിദ്രാസഹിതയായിട്ടുള്ള ഈ വൃദ്ധത, ഇങ്ങനെ ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ പറയാണ് ഗമിഷ്യതി എന്ന് പറഞ്ഞാൽ പൊയ്പോകും, അത് നശിച്ചു പൊയ്ക്കോളും. ഏതാ, ഈ വാർദ്ധക്യവും അതുപോലെ തന്നെ ഈ ക്ഷീണവുമൊക്കെ. ഇങ്ങനെ ക്ഷണാത്, ആ ക്ഷണത്തിൽ തന്നെ, അങ്ങേ സൽക്കർമ്മം ചെയ്യുന്ന ക്ഷണത്തിൽ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ വൃദ്ധതയും അവശതയും ആലസ്യതയും ഒക്കെ പൊയ്പോകും. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി തന്നെ. സർവതഃ പ്രസരിഷ്യതി, സർവതഃ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എങ്ങും, പ്രസരിഷ്യതി പ്രസരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങ് ചെയ്യുന്ന ഈ സൽക്കർമ്മം, അതായത് ശ്രീ നാരദ മഹർഷിയോട് പറയുകയാണ്, ഈ സൽക്കർമ്മം, അങ്ങ് ചെയ്യുന്ന ഈ സൽക്കർമ്മം കൊണ്ട് ഇവരെ ഉണർത്താനാകുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഒന്നുകൂടി പറയുകയാണ്, ആ സൽക്കർമ്മം അങ്ങ് ചെയ്യുമ്പോൾ തന്നെ, ആ ക്ഷണനേരത്തിൽ തന്നെ ഈ നിദ്രയോട് കൂടിയിരിക്കുന്ന ഈ ആലസ്യം, ഈ വൃദ്ധത, അത് ഇവരെ രണ്ടുപേരെയും വിട്ട് പൊയ്ക്കോളും. ആ ക്ഷണത്തിൽ തന്നെ അവർക്കത് നശിക്കും. എന്ന് തന്നെയല്ല, ഭക്തി എല്ലായിടവും പ്രസരിക്കുകയും ചെയ്യും. അപ്പോൾ പുത്രന്മാരുണരുമ്പോൾ അമ്മയുടെ ഉത്സാഹം അല്ലെങ്കിൽ ഊർജം ഇരട്ടിക്കുന്നത് പോലെ, അമ്മയുടെ പ്രസരിപ്പ് കൂടുന്നത് പോലെ ഇവിടെ പറയുകയാണ്, ആ പുത്രന്മാർ എഴുന്നേൽക്കുമ്പോൾ ഭക്തി എല്ലായിടവും പ്രസരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാധുക്കളാൽ ഉപദേശിക്കപ്പെടുന്ന ആ സൽക്കർമ്മം, അതിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം വേദാന്തങ്ങളും ഭഗവത്ഗീതയും മുഴുവൻ ഉറക്കെ കാതുകളിൽ ഘോഷിച്ചിട്ടും ഉണരാത്ത ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ എങ്ങനെയാണ് സാധുക്കൾ ഉപദേശിക്കുന്ന ആ സൽക്കർമ്മം കൊണ്ട്, അതും ഈ അശരീരി വാക്ക് തന്നെ പറയുന്നു, ആ സൽക്കർമ്മം ചെയ്യുന്ന ഉടൻ തന്നെ ഇവർ നിദ്രയെയും വൃദ്ധതയും ഒക്കെ വിട്ട് ഇവർ ക്ഷണനേരം കൊണ്ട് തന്നെ ഇവർ ഉണർന്നെഴുന്നേൽക്കും. തന്നെയല്ല, ആ ക്ഷണത്തിൽ തന്നെ ഭക്തി എല്ലായിടവും പ്രസരിക്കുകയും ചെയ്യും. എല്ലാ ദിക്കിലും ഭക്തി വേണ്ട വിധത്തിൽ ശോഭിക്കും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാത് ഭക്തി സർവതഃ പ്രസരിഷ്യതി. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ പാദത്തിൽ വൃദ്ധദാനയോ, അവിടെ ഒരു ഓ എന്നുള്ള ദീർഘവുമുണ്ട്, വിസർഗമുണ്ട്. അതുപോലെ വൃദ്ധദാ അനയോ ആണ്, വൃദ്ധദാനയോ, അത് ശ്രദ്ധിച്ച് വായിക്കുക. രണ്ടാമത്തെ പാദത്തിൽ ഭക്തി സർവത, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകത്തോടു കൂടി വീണ്ടും സൂതൻ ശ്രീ ശൗനക മഹർഷിയോട് പറയുന്ന കഥ, അത് ഈ ഒരു ശ്ലോകത്തോടു കൂടി ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്തത് നമുക്ക് നാരദ മഹർഷിയുടെ വാക്കുകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ഇതൊക്കെ നമുക്കറിയാം ആ സൂതൻ പറയുന്ന കഥകളാണ്, അല്ല, ഇങ്ങനെയൊക്കെ ആ അശരീരി വാക്കുണ്ടായി എന്ന് പറയുകയാണ് ശ്രീ ശൗനക മഹർഷിയോടും മറ്റു മഹർഷിമാരോടുമൊക്കെ. ഇനി 34-ാമത്തെ ശ്ലോകം: ഇത്യാകാശവചഃ സ്പഷ്ടം തത്സർവൈരപി വിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ അതിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം പറയാൻ വിട്ടുപോയി. അതും കൂടി പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് കടക്കാം. തസ്മിൻ സൽകർമ്മണി കൃതേ അനയോഹോ സനിദ്രാവൃദ്ധതാ ക്ഷണാദ്ഗമിഷ്യതി ഭക്തി സർവതഃ പ്രസരിഷ്യതി. ഒന്നുകൂടി പറയാം. തസ്മിൻ സൽകർമ്മണി കൃതേ അനയോ സനിദ്രാവൃദ്ധതാ ക്ഷണാദ്ഗമിഷ്യതി ഭക്തി സർവതഃ പ്രസരിഷ്യതി. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇത്യാകാശവചഃ, ഇതി ആകാശവചഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇത്യാകാശവചഃ. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ആകാശവചഃ എന്ന് പറഞ്ഞാൽ ആ ആകാശത്തിൽ നിന്നും കേട്ട ആ വാണികൾ, ആ ആകാശവാണി, ആ അശരീരി വാക്കുകൾ സ്പഷ്ടമായിരിക്കുന്നു, വളരെ വ്യക്തമായിട്ടാണ് ആ വാക്കുകൾ കേട്ടത്. അഥവാ അതിൽ യാതൊരു സന്ദേഹവും ഇല്ലാതെ വളരെ വ്യക്തമായിട്ടാണ് ആ അശരീരി വാക്ക് നാരദ മഹർഷിക്ക് ഉപദേശം കൊടുത്തത്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉണർത്തേണ്ടതെന്ന് ഭഗവാനെ സ്മരിച്ച ഉടനെ തന്നെ ഭഗവാൻ ഒരു സന്ദേഹവുമില്ലാതെ, ഒരു സന്ദേഹത്തിനും ഇടം നൽകാതെയാണ് ഭഗവാന് ആ ഉപദേശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ സ്പഷ്ടമായിരിക്കുന്ന ആ ആകാശവാണി തത് സർവൈരപി വിശ്രുതം. തത് എന്നാൽ ആ ആകാശവാണി സർവൈഹി അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സർവൈരപി. അതായത് സർവരാലും, എല്ലാവരാലും വിശ്രുതം, കേൾക്കപ്പെട്ടു. അപ്പോൾ ഇത് നാരദ മഹർഷി മാത്രമല്ല, അവിടെ നമുക്കറിയാം ഭക്തിദേവിയുണ്ട്, ഭക്തിദേവിയുടെ 2 മക്കളുണ്ട്, അല്ല, ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ പുത്രന്മാർ 2 പേരുമുണ്ട്. അതുപോലെ തന്നെ ഭക്തിദേവിയെ ശുശ്രൂഷിക്കാൻ ഗംഗ മുതലായ പവിത്ര നദികൾ അവിടെ സ്ത്രീരൂപത്തിൽ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ജനങ്ങൾ അവിടെയുണ്ട്. അവരൊക്കെ തന്നെയും ഭഗവാന്റെ ഈ വചനങ്ങളെ, ഈ അശരീരി വാക്കുകളെ വളരെ സ്പഷ്ടമായി തന്നെ കേട്ടു, അഥവാ എല്ലാവരാലും കേൾക്കപ്പെട്ടു. എന്നിട്ടോ നാരദോ വിസ്മയം ലേഭേ, നാരദ എന്ന് പറഞ്ഞാൽ ആ ശ്രീ നാരദ മഹർഷി വിസ്മയം എന്ന് പറഞ്ഞാൽ വിസ്മയത്തെ, അത്യത്ഭുതത്തെ, ലേഭേ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, അത്യത്ഭുതത്തെ പ്രാപിച്ചു. കാരണം നേദം ജ്ഞാതമിതി ബ്രുവൻ. നേദം എന്ന് പറഞ്ഞാൽ ന ഇതം ആണ്. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം. ഇതം എന്നാൽ ഇത്, അതായത് ഈ കർമ്മം, യാതൊരു കർമ്മമാണോ ചെയ്യാൻ പറഞ്ഞ ആ കർമ്മം എന്താ ജ്ഞാതമിതി, ജ്ഞാതം ഇതി എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജ്ഞാതമിതി. ജ്ഞാതം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക, എന്നാൽ അറിയപ്പെട്ടിട്ടില്ല, അഥവാ എനിക്കിത് അറിയില്ല, ഇത് എന്ത് കർമ്മമാണെന്ന്. ഇത് എന്ന് പറഞ്ഞാൽ എന്ന്, അപ്പോൾ ഈ കർമ്മം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ബ്രുവൻ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഈ ഭഗവാനെ ഈ അശരീരി വാക്കിൽ പറഞ്ഞ ഈ സൽക്കർമ്മം എന്താണെന്ന്
എനിക്കറിയില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ നാരദ മഹർഷി അത്യത്ഭുതത്തെ പ്രാപിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയുന്ന സൽക്കർമ്മങ്ങളൊക്കെ വേദാന്തങ്ങളൊക്കെ ഉപദേശിക്കുക, ഭഗവത്ഗീത ഉച്ചത്തിൽ ഘോഷിക്കുക, ഇതൊക്കെയായിരുന്നു. അതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തുവല്ലോ. എന്നിട്ടും ഉണരാതിരിക്കുന്ന ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ സാധുക്കളിൽ സാധുക്കളായ ആ സജ്ജനങ്ങൾ വേണ്ട മാർഗം ഉപദേശിച്ചു തരും, സൽക്കർമ്മം ഉപദേശിച്ചു തരും. ആ സൽക്കർമ്മം ചെയ്യാൻ പറഞ്ഞുവല്ലോ. ഭഗവാനെ, ഞാനിത് അറിയുന്നില്ലല്ലോ എന്താണ് ആ സൽക്കർമ്മമെന്ന്. ഒരിക്കൽ തന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഭഗവാനെ സ്മരിച്ചപ്പോൾ ഭഗവാൻ ഉപദേശം കൊടുത്തു. പക്ഷെ ആ ഉപദേശത്തിലും ശ്രീ നാരദ മഹർഷിക്ക് വ്യക്തമായില്ല ഏതാണ് ആ സൽക്കർമ്മമെന്ന്. അതുകൊണ്ട് വീണ്ടും ഭഗവാനോട് തന്നെ ആത്മഗതമെന്നോണം ഒരു അതിശയം കൂറിക്കൊണ്ട് പറയുകയാണ്, ഈ സൽക്കർമ്മം ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ ഭഗവാനെ. കാരണം ഈ വാക്കുകൾ വളരെ സ്പഷ്ടമായി ബാക്കിയുള്ളവർ തന്നെ പോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ കേട്ടിരിക്കുന്നു. അപ്പോൾ താൻ ഇത് ചെയ്യുകയും വേണം. ഇവരെ ഉണർത്തേണ്ടത് തൻ്റെ ധർമ്മവും കൂടിയാണ്. സജ്ജനങ്ങളുടെ ധർമ്മമാണ് സമൂഹത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദൗത്യം ഇപ്പോൾ ശ്രീ നാരദ മഹർഷി ഏറ്റെടുത്തിരിക്കുന്നിടത്ത് ഭഗവാൻ സ്വയം തന്നെ അശരീരി വാക്കുകളായിട്ട് വന്ന് ആ നാരദ മഹർഷിയെ സഹായിക്കുകയാണ്. എന്താണ് ഇനിയും ചെയ്യേണ്ടത് ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യാകാശവച സ്പഷ്ടം തത് സർവൈരവിവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്യാകാശവച, ആകാശവചമാണ്, അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക. അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അതേ പാദത്തിൽ സർവൈരപി, അവിടെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. സർവൈഹി അപിയാണ് അവിടെ. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ അടുത്തത് ജ്ഞാതമിതി, അത് ജ്ഞാതം ഇതി. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. എളുപ്പമുള്ള ഒരു ശ്ലോകവും കൂടിയായിരുന്നു അത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അതിലെ ആ ശ്ലോകത്തിലെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം നോക്കാം. ഇതി സ്പഷ്ടം തത് ആകാശവചഃ സർവൈഹി അപി വിശ്രുതം ഇദം ന ജ്ഞാതം ഇതി ബ്രുവൻ നാരദഃ വിസ്മയം ലേഭേ. ഒന്നുകൂടി പറയാം. ഇതി സ്പഷ്ടം തത് ആകാശവചഃ സർവൈഹി അപി വിശ്രുതം ഇദം ന ജ്ഞാതം ഇതി ബ്രുവൻ നാരദഃ വിസ്മയം ലേഭേ. ഇത്രയുമാണ് ആ ഒരു ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യുവാനായിട്ട് ഉള്ളത്. ഹരേ കൃഷ്ണ.